ഹേ ഗായ്സ്, ഇന്ന് എനിക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഓർഡർ A4 സൈസ് ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. കളറൊന്നും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ഫോട്ടോയോട് ഭയങ്കര മാച്ചായി പോകുന്നത് ബ്ലാക്ക് കളറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. പക്ഷേ കസ്റ്റമർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ എഡ്ജസൊക്കെ ഞാനൊന്ന് കൈനെ കൊണ്ട് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ വെച്ചിട്ടായിരുന്നു ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്ലാസ് ആകെ പൊടി പിടിച്ച് കിടന്നതുകൊണ്ട് തന്നെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. അതിനുശേഷം ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത് വീട്ടിനടുത്തുള്ളൊരു സ്റ്റുഡിയോ വെച്ചാണ്. ഭയങ്കര വിലക്കുറവുള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കുന്നത്. സ്റ്റുഡിയോ ഒന്ന് എടുത്ത് പ്രിൻ്റ് ഭയങ്കര വിടുത്ത് കൂടുതലായി തോന്നി കേട്ടോ. അതിൽ ഫിറ്റാകുന്നില്ല, ഫ്രെയിമിൽ ഫിറ്റാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സിസർ വെച്ചിട്ട് ആ എഡ്ജ്, അതായത് ഫിറ്റ് ആകാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എന്നല്ല കട്ട് ചെയ്യുന്നത്, ഒരു വൈറ്റ് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത ശേഷം ഞാനത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫിറ്റായിരുന്നു. ആ ഫ്രെയിമോട് ഫിറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ബോർഡൊക്കെ കറക്ഷൻ ചെയ്ത് ഒന്ന് നോക്കി ഓക്കെ ആണോ, രസമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മാത്രമാണ് ഞാൻ എഡ്ജസ് ഒന്ന് കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല വൃത്തിക്ക് തന്നെ കറക്ഷൻ ചെയ്ത ശേഷമാണ് ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ചത്. സെലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് എയർ ബബിൾസ് അതിൻ്റെ ഉള്ളിൽ കയറാണ്ടിരിക്കുക എന്നുള്ളത്. കാരണം ഈ എയർ ബബിൾസ് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമും ബോർഡും തമ്മിൽ അകലുണ്ടാവും. അപ്പോൾ നമ്മളത് ഫിറ്റായിട്ട് നിൽക്കില്ല. ഈ സെലോ ടേപ്പ് ഒട്ടിക്കുന്നത് തന്നെ നമുക്കത് ഫ്രെയിമും ബോർഡായിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഭയങ്കര കെയർഫുള്ളായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ 4 ഭാഗത്തും നമ്മൾ സെലോ ടേപ്പ് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായിട്ട് ബോർഡൊക്കെ അഴിഞ്ഞ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെലോ ടേപ്പിൻ്റെ ടാപ്പിൽ ആ എഡ്ജൊന്ന് എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വീഡിയോ എടുക്കായിരുന്നു ഞാൻ പോസ് ക്രോപ്പ് ചെയ്യാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗുണ്ട്, അതൊന്ന് ശ്രമിക്കണം. അതിനുശേഷം ഞാനത് എഡ്ജൊക്കെ എടുത്തിട്ട് വീണ്ടും 4ാമത്തെ ഭാഗം കൂടി, ലാസ്റ്റ് ഭാഗം കൂടി ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് ഫ്രെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൽ ബാക്കിയുള്ള എയർ ബബിൾസും കൂടി ഞാൻ ഇപ്പം തന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.